അസ്സലാമു അലൈക്കും. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. ആബിദ അന്ത്യം വിട്ട് നിൽക്കുമ്പോൾ ആ ചോദ്യം കേട്ട് അവൾ മിഴിച്ചു നോക്കി. ലൈലയും മക്കളും പോകാൻ ഒരുങ്ങാൻ നിൽക്കുന്നത് അവൾ കണ്ടു. അല്ല, നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാ? ഇതാണിപ്പോൾ കഥ. രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയോട് ആരാണെന്ന് ചോദിച്ചതുപോലെയായി. എന്തോ അതിശയം കേട്ടതുപോലെയായിരുന്നു ലൈല പറഞ്ഞത്. അപ്പോൾ നീ തന്നെയല്ലേ എന്നോട് വീട്ടിലേക്ക് പോകാനും നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞത്? മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അരണയുടെ ബുദ്ധിയാണല്ലോ. ഒരു മിനിറ്റ് മുമ്പേ പറഞ്ഞതുപോലും മറന്നുപോയോ? ഇങ്ങനെ പോയാൽ നമ്മുടെ ഉമ്മയുടെ പ്രായം എത്തുമ്പോഴേക്കും ഈ വലിയ മറവക്കാരിയായി മാറുമല്ലോ ആബിദ. ആബിദ ഒന്നും പറയാതെ നോക്കി. താൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്താണ് പറ്റിയത് പെണ്ണേ? ഇക്ക വല്ല ചീത്തയും പറഞ്ഞു കാണും. അവൾ ആണെന്നോ അല്ലെന്നോ മനസ്സിലാവാത്ത അർത്ഥത്തിൽ ഒന്ന് തലയാട്ടി. ലൈല പതിയെ അവളുടെ തോളിൽ തലോടി. നീ ഇത്ര പാവമായിട്ടാണ്? ഇടയ്ക്കൊക്കെ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കണം. നമ്മളെ കെട്ടിയന്മാരെ നമ്മളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവും ഉണ്ടാവില്ല. നമ്മൾ നല്ലതുപോലെ ആലോചിച്ച് ഓരോ കാര്യങ്ങളും ആദ്യമേ ഒരു തീരുമാനം എടുത്തു വെക്കണം. എന്നിട്ട് അവർക്ക് ചെയ്യാൻ പോകുന്നത് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എങ്കിലേ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ലൈല പറയുന്നതൊന്നും ആബിദക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ആകെ മനസ്സിലായത് ലൈല മക്കളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നത് മാത്രമാണ്. അപ്പോഴേക്കും ഒരു ഓട്ടോ വീടിൻ്റെ മുൻപിൽ വന്നു. അതിൽ നിന്ന് തൻ്റെ 2 മക്കളും ഇറങ്ങി വരുന്നത് ആബിദ കണ്ടു. എപ്പോഴാണ് താൻ അവരെ വിളിച്ച് ഓട്ടോയിൽ വരാൻ പറഞ്ഞത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇത് കണ്ട് ലൈല മനസ്സിൽ ചിരിക്കുകയായിരുന്നു. അവളും സെലീനയും കൂടി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണത്. ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നത് അവരുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇന്ന് രാത്രി അവരവരുടെ വീട്ടിൽ താമസിച്ചതിന് ശേഷം നാളെ വൈകുന്നേരം സാഹിബിയുടെ അടുത്ത് പോയി കുറച്ച് സമയം നിൽക്കണം എന്നായിരുന്നു അവരുടെ പ്ലാൻ. അതിന് ആബിദയും മക്കളും ഇവിടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് നേരത്തെ തന്നെ റാഫിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് റാഫി അവളോട് വേണമെങ്കിൽ വീട്ടിൽ പോയി നിൽക്കാൻ കാര്യം പറഞ്ഞത്. അതോടെ ലൈല ഒരു കളി കളിക്കുകയായിരുന്നു. ആബിദ തിരിച്ചു പോകാൻ വന്നതാണെന്ന് നുണ പറഞ്ഞപ്പോൾ ലൈല കുറച്ച് മുന്നിൽ കൂടി കയറി കളിച്ചു എന്നേ ഉള്ളൂ. മിന്നും വീട്ടിലേക്ക് കയറി പോകുന്നത് അവൾ കണ്ടു. ആഹാ, മക്കളൊക്കെ വന്നല്ല ആബിദ. നീ പോയി അവർക്ക് ചായയോ കടിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്ക്. ഞങ്ങൾ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞു പോകട്ടെ. വണ്ടി വന്നു, ഈ ഓട്ടോയിൽ തന്നെ പോവട്ടെ. ലൈല അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ നേരെ തറവാട്ടിലേക്ക് ചെന്നു. നബീസുവിനോടും ഉപ്പയോടും യാത്ര പറഞ്ഞു. നബീസു ഉള്ളിലുയർന്ന ദേഷ്യം പുറത്തേക്ക് കാണിച്ചുകൊണ്ട് തന്നെ ലൈലയെ നോക്കി. അല്ല, നിങ്ങളെല്ലാവരും സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ആബിദ ഇന്ന് പോകുന്നാ പറഞ്ഞത്. ആ ചോദ്യം കേട്ടപ്പോൾ ലൈലക്ക് ചിരി വന്നു. ഇങ്ങോട്ടേക്ക് ഇവിടെ ആബിദല്ലേ ഉമ്മ? അവൾ ആഴ്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോയി 4 മാസമായി. ഈ 4 മാസത്തിനിടയിൽ ഒരു 40 പ്രാവശ്യങ്ങളും ആബിദ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവരെ വീട്ടുകാർക്കൊരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഉമ്മാക്കും വലിയ സന്തോഷം. അപ്പോൾ മകൾക്ക് ഇങ്ങോട്ട് വരാം അല്ലേ? മരുമക്കൾ ഒറ്റ വീടായിട്ട് കൂടി അവരെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇത് എവിടുത്തെ ന്യായം അമ്മ? നബീസുവിന് മുഖത്തെ ഏറ്റതുപോലെയാണ് തോന്നിയത്. അല്ലെങ്കിലും ലൈലയെ അവൾക്ക് കണ്ടുകൂടാ. അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അറുത്തു മുറിക്കുന്നത് പോലെയുള്ള മറുപടി കിട്ടുമെന്ന് നബീസുവിന് നേരത്തെ അറിയാം. എങ്കിലും തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് അവൾ ഇങ്ങനെ പറയുമെന്ന് നബീസു പ്രതീക്ഷിച്ചില്ല. അതിനെ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും പോവാലോ. ഒറ്റ വീടായതുകൊണ്ട് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാമെന്ന് കരുതി ഇവിടെ നിൽക്കുന്നതല്ലേ. ഇപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിലായി. ഉമ്മ ചായ മുന്നു ചോദിച്ചത് കേട്ട് നബീസു ദേഷ്യത്തോടെ അവനെ നോക്കി. നീ പോയി നിൻ്റെ ഉമ്മാനോട് ചോദിക്കടാ. എന്തിനാണ് ഉമ്മ ഓനോട് നിങ്ങൾ ചാടിക്കളിക്കുന്നത്? വേറെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അതെൻ്റെ മക്കളോട് കാണിക്കരുത്. അവർ ഒക്കെ പോയി പറയും ഇവിടെ ഉള്ളതൊക്കെ. അത് നിങ്ങൾ മറക്കണ്ട. ആബിദ പറഞ്ഞത് കേട്ട് നബീസു മിണ്ടാതിരുന്നു. ലൈലയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തടയാൻ കഴിയാതെ നിരാശയോടെ അവർ നോക്കി നിന്നു. വൈകുന്നേരം 5 മണിയായി. സാബി ഉറക്കമുണർന്നു. അപ്പോഴും വഫയും സനയും ഉണർന്നു കഴിഞ്ഞിരുന്നു. 3 പേരും എഴുന്നേറ്റ് മുഖം കഴുകി വന്നു. അപ്പോഴേക്കും സൗദയും സുമയും അവർക്ക് കഴിക്കാനുള്ള ചായയുമായി വന്നു. 3 പേരും അല്പം മാത്രമേ കഴിച്ചുള്ളൂ. 2 പേരും ബാക്കിയുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഫാത്തിമ താത്ത ചിരിയോടെ അവിടെ അടുത്തേക്ക് വന്നത്. എണീറ്റില്ലേ? ഞാനേ 2-3 തവണ വന്ന് നോക്കി. മാഷ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നിന്നെയും മക്കളെയും കാണാനേ വല്ലാത്ത ആഗ്രഹം. ഇങ്ങോട്ട് വിളിക്കട്ടെ? ആ ആയിക്കോട്ടെ. സാബിക്ക് ഒന്നും മനസ്സിലായില്ല.
അവൾ ആരെന്ന ചോദ്യരൂപേണ ഫാത്തിമയെ നോക്കി. ഞാനിത് പറയാൻ മറന്നു. മാഷി എന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയവനാ. ഞങ്ങൾ പരസ്പരം മാഷി എന്നും ടീച്ചറെ എന്നും വിളിക്കാറുള്ളത്. കാര്യം മനസ്സിലായതുപോലെ സാബി തലകുനക്കി. അവൾ വേഗം എഴുന്നേറ്റ് വസ്ത്രങ്ങളും തട്ടവും ശരിയാക്കി. അപ്പോഴേക്കും ഫാത്തിമ അലവിക്കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നു. വെളുത്തു മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു അത്. വെളുത്ത മുണ്ടും ഷർട്ടുമാണ് വേഷം. അല്പം കഷണ്ട് കയറിയ മുഖം, ചെറിയ മീശയും താടിയും. ചിരിക്കുമ്പോൾ അയാൾ നല്ല ഭംഗിയാണ്. നെറ്റിയിൽ നിസ്കാരത്തയമ്പ് കാണാം. അയാളും സാബിയെ നോക്കുകയായിരുന്നു. ഇരുനിറം ആണെങ്കിലും ഐശ്വര്യമുള്ള മുഖം. ചിരിക്കുമ്പോൾ അടുത്തു പരിചയമുള്ള ആരെയോ പോലെ തോന്നുന്നു. അലവിക്കുട്ടി കയ്യിൽ കരുതിയിരുന്ന ഒരു വലിയ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചു. അതിൽ സാബിക്കും മക്കൾക്കും വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. ഇതെന്താ? അവൾ ചോദിച്ചു. അത് പ്രത്യേകിച്ചൊന്നുമില്ല മോളെ. നിങ്ങൾക്ക് 2 ജോഡി ഡ്രസ്സാണ്. അത് ഞാൻ വാങ്ങാൻ പറഞ്ഞതാ. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടൂലേ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ? എല്ലാം ഫാത്തിമയുടെ പദ്ധതിയാണെന്ന് സാബിക്ക് മനസ്സിലായി. അവൾ എതിരൊന്നും പറഞ്ഞില്ല. ഫാത്തിമ എല്ലാം ഉറപ്പിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അയാൾ കയ്യിൽ കരുതിയിരുന്ന മിഠായി മക്കൾക്ക് നേരെ നീട്ടി. എന്നാൽ അവർ 2 പേരും അത് വാങ്ങാതെ സാബിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ചെയ്തത്. സാബി കണ്ണുകൾ കൊണ്ട് വാങ്ങാൻ ആംഗ്യം കാണിച്ചപ്പോൾ മാത്രമാണ് മക്കൾ 2 പേരും അത് വാങ്ങിയത്. എന്താ മക്കളെ പേര്? അവർ 2 പേരും പേരുകൾ പറഞ്ഞു കൊടുത്തു. നല്ല വിലപിടിപ്പുള്ള മിഠായികളായിരുന്നു അത്. 2 പേരും അത് കൗതുകത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ ഫാത്തിമ സന്തോഷത്തോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. എവിടെ പോകുമ്പോഴും അദ്ദേഹം അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ട മിഠായികൾ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. സാബി വന്നതുകൊണ്ടേ നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാഷി പറയായിരുന്നു. ഫാത്തിമ പറഞ്ഞത് കേട്ടപ്പോൾ സാബി ഒന്ന് ചിരിച്ചു. ഞാൻ വലിയൊരു കാര്യം ചെയ്ത് നിങ്ങൾ കരുതണ്ടമ്മ. ആര് മക്കളാണെങ്കിലും വിശന്ന് കരയുന്നത് എനിക്ക് സഹിക്കൂല. അതിനുവേണ്ടി ഇങ്ങനെ സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട. ഉപ്പ ആദ്യമായി കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഞങ്ങൾക്കുള്ള വസ്ത്രങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന്. ഇനി വേണ്ടത് അവർ കൊണ്ടുവരും. സാബി തന്നെ ഉപ്പ എന്ന് വിളിച്ചത് എന്ന് അലവിക്കുട്ടി സന്തോഷത്തോടെ ഓർത്തു. ഒരു ഉപ്പയുടെ കടമയാണ് താൻ ചെയ്യുന്നതെന്ന് ഓർത്ത് അയാൾ ഒന്ന് ചിരിച്ചു. അതൊന്നും സാരില്ല മോളെ. മോള് ചെയ്തു തന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ്. സാബി പതിയെ തലയാട്ടി. മോളൊരു ടെൻഷൻ ആവണ്ട കേട്ടോ. കാര്യങ്ങളൊക്കെ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യത്തിന് പേടി വേണ്ട. ഞങ്ങളൊക്കെ ഇങ്ങൾക്കൊപ്പമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുന്നുള്ളൊരു ഭയം വേണ്ട. അതൊക്കെ ഞങ്ങളേറ്റു. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും മോൾക്കുള്ള ജോലിയും മക്കൾക്കുള്ള പഠിപ്പൊക്കെ നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടേ ഇരുന്നാൽ മതി. അൽഹംദുലില്ലാഹ്. സാബി ആദ്യം തന്നെ പറഞ്ഞത് അതാണ്. അത് കേട്ടപ്പോൾ അലവിക്കുട്ടിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സാബി തൻ്റെ മകൾ തന്നെയാണെന്ന് അയാൾക്ക് തോന്നി. ടീച്ചർ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും അയാളും പ്രതീക്ഷിച്ചില്ല. എന്നാൽ അവളെ ആദ്യമായി കണ്ട സമയം തന്നെ തൻ്റെ ബന്ധുവിനെ പോലെ അയാൾക്ക് തോന്നിയിരുന്നു. മകളോടുള്ള വാത്സല്യം അയാളുടെ ഹൃദയത്തിനുള്ളിൽ മുള പൊട്ടുകയും ചെയ്തു. എന്നാലും ആബിദ, ഇങ്ങനൊരവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നബീസ് പറഞ്ഞത് കേട്ട് ആബിദ തലയാട്ടി. അത് സമ്മതിച്ചു. മക്കൾ 2 പേരും ഭക്ഷണം കഴിച്ച് മൊബൈൽ എടുത്ത് അത് കാണുകയാണ്. മൊയ്തീൻ ഹാജി നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞു. ഇനി തങ്ങൾ സംസാരിക്കുന്നത് ആരും കേൾക്കില്ല എന്ന് നബീസുവിന് ഉറപ്പായിരുന്നു. 2 പേരും പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. എൻ്റെ ഇക്കാക്ക് വിളിക്കുക വരെ ചെയ്തുമ്മ. ഇങ്ങനെ പോയാലൊക്കെ കയ്യിൽ നിന്ന് പോട്ടോ ഉമ്മ. 3 പേരും ഒരേപോലെ ആയി. ജമാൽ പിന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അത്ര പാവമൊന്നുമില്ല. വന്നു കയറിയ ദിവസം തന്നെ ഓളോളെ സ്വഭാവം കാണിച്ചില്ലേ? ആബിദയുടെ സ്വരത്തിൽ നല്ല നിരാശയുണ്ടായിരുന്നു. 3 നാത്തൂമാരും കൂടി തനിക്ക് പണി തന്നതാണെന്ന് അവൾ കരുതി. അതിൻ്റെ ദേഷ്യം അവൾക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. എൻ്റെ 3 ആമക്കളും ഒരുപോലെ പെങ്കോന്തന്മാരായിപ്പോയി. അതാണ് കുഴപ്പം. അല്ലെങ്കിൽ അവർ പെണ്ണുങ്ങളെ വരച്ച് വരയിൽ നിർത്തിയാനെ. ഇതിപ്പോൾ എൻ്റെ മരുമക്കൾ വരയ്ക്കണം, എൻ്റെ മക്കൾ ആ വരയിൽ നിൽക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. ആണുങ്ങൾക്കേ നട്ടലില്ലെങ്കിൽ പെണ്ണുങ്ങൾ കുടുംബം വരിക്കും. അതൊന്നും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആബിദ തലയാട്ടി. അപ്പോഴേക്കും മക്കൾ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു. ഉപ്പച്ചി വിളിക്കുന്നുണ്ട്. ഇയാൾ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആബിദ കോൾ എടുത്തു. വീഡിയോ കോൾ ആയതിനാൽ സംസാരിക്കുന്നത് ഉമ്മ കേൾക്കണ്ട എന്ന് കരുതി അവൾ പെട്ടെന്ന് തന്നെ കൈ കഴുകി മുറിയിലേക്ക് പോയി. നല്ല പണിയാണ് നിങ്ങൾ കാണിച്ചു കേട്ടാ. ഇത്തമാരോട് എന്തിനാ നിങ്ങൾ അതൊക്കെ പറയാൻ പോയത്? ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് ആബിദ?
ആബിദയുടെ മുഖത്തെ ദേഷ്യം കണ്ട് റാഫി ചോദിച്ചു. നിങ്ങൾക്ക് ലൈലത്തെ വിളിച്ചിരുന്നു അല്ലേ? നിങ്ങളിപ്പോൾ നല്ല കമ്പനിയാണല്ലോ. ആ വിളിച്ചിരുന്നു. നിങ്ങളെന്തിനാണ് അവരോട് ഓരോന്ന് പറയാൻ പോകുന്നത്? അവർ രണ്ടുപേരും കാണിച്ച പണി കേൾക്കണോ? എന്താ? കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവളുടെ വായിൽ നിന്ന് കേൾക്കാനായി റാഫി പതിയെ ചോദിച്ചു. ഇന്ന് രണ്ടുപേരും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സമ്മതമില്ലാതെ ഓല വീട്ടിലേക്ക് പോയി. ഇവിടെയാണെങ്കിൽ ആരുമില്ല. അല്ല, അപ്പോൾ ജമാലും അവൻ്റെ പുതിയ വൈഫും ഇവിടെ? ഓ, അവർ പിന്നെ ടൂറിന് പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളല്ലോ. ഇവിടെ പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ. അവരെ നോക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ. എന്ത് ബാധ്യത? റാഫിയുടെ സ്വരം ഉയർന്നു. ആബിദ അയാളെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മാതാപിതാക്കളെ കാര്യം നോക്കേണ്ടതേ മക്കളെ കടമയാണ് ആബിദ, അല്ലാതെ അത് മരുമക്കളെ കടമയല്ല. എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം നോക്കേണ്ടത് ഈയും എൻ്റെ ആങ്ങളമാരുമാണ്, അല്ലാതെ വീട്ടിലേക്ക് വന്ന മരക്കളെ കാര്യമല്ലത്. അവർക്ക് നോക്കാം, അവരെ ഉമ്മ ഇപ്പോഴുണ്ട്. ഈ വീട്ടിലേക്ക് ആഴ്ചയിൽ 4 പ്രാവശ്യമെങ്കിലും ഓരോ കാരണം പറഞ്ഞു വരുമല്ലോ. ഞാനിത് വേണ്ടാന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആബിദ? ഇല്ലല്ലോ. നീ പോകുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും പറയാറില്ല. അതെന്താ? കാരണം ഈ പോകുന്നതേ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാണ്. ഓർക്ക് പ്രായമായതുകൊണ്ട് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞങ്ങളാരും അതിനെ എതിർക്കാത്തത്. അതുപോലെ എൻ്റെ നാത്തൂമാർക്കും ഉണ്ടാവില്ലേ കടമ? അവർ വല്ലപ്പോഴും എന്ന് അവരെ വീട്ടിൽ പോകുന്നതിന് എന്തിനാണ് ഇത്ര ബഹളം വെക്കുന്നത്? അയാൾ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ റാഫി ദേഷ്യപ്പെടുമെന്ന് അയാൾക്കറിയാം. അയാൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഇടയ്ക്കിടെ എന്തെങ്കിലും കാരണമുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട്. ഇക്കയുടെ ഉമ്മാക്കും ഉപ്പാക്കും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇക്കയും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ ആബിദ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളെല്ലാവരും ഓരോ സൈഡാണ്. ഇത്തവണ റാഫി ഉറക്കെ ചിരിച്ചു. ഞാൻ ആരുടെയും സൈഡല്ല ആബിദ, കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരികയാണ്. നിനക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം നിൻ്റെ വീട്ടിലേക്ക് പോകാമെങ്കിലേ നിൻ്റെ നാത്തൂമാർക്കും അവരെ വീട്ടിലേക്ക് പോകാം. അതൊന്ന് ഉമ്മാക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ എന്തിനാ ഉമ്മ വയസ്സുകാലത്ത് ഉമ്മ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കുന്നത്? ആബിദ ഒന്നും മൂളി. അവൾക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാനായിരുന്നു അവൾക്ക് ധൃതി. പക്ഷേ അങ്ങനെ ചെയ്താൽ റാഫി അത് പറയുമെന്ന് അവൾക്കറിയാം. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഉമ്മ വിളിക്കുന്നത് കേട്ടു. പാത്രം കഴുകി വെക്കാനാണ് വിളിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. പിന്നെ മടുപ്പോടെ അടുക്കളയിലേക്ക് പോയി. അവിടെ എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോടെ അവൾ ഓരോന്നായി കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി. റിസോർട്ടിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ജാസ്മിനും ജമാലും രാത്രി ഭക്ഷണം കഴിച്ചത്. വളരെ ടേസ്റ്റുള്ള വിഭവങ്ങളായിരുന്നു അവിടെ. റിസോർട്ടുകളിൽ താമസിക്കുന്ന എല്ലാവരും അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അവിടെ വന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവർ ഫുഡ് റൂമിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജാസ്മിന് റൂമിൽ നിന്ന് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2 പേരും അവിടേക്ക് വന്നത്. നിങ്ങളെ പെങ്ങള് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ജാസ്മിൻ പതിയെ ചോദിച്ചു. അയാൾ ചിരിയോടെ അവളെ നോക്കി. അവൾ അത്ര വെടുപ്പൊന്നല്ല. നമ്മളോട് ചിരിച്ചു കാണിച്ചിട്ട് തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടിയാണ് അവളെ മനസ്സിൽ. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ജമാൽ ഒന്നും പറയാതെ ചിരിച്ചു. നിങ്ങളിങ്ങനെ ചിരിക്കാതെ കാര്യം പറ മനുഷ്യ. 2 ഇത്തമാരും കൂടി അവൾക്കിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. അതെന്തേ? ജമാൽ ആബിദ ഫോണിലൂടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മുഴുവനും ജാസ്മിന് പറഞ്ഞു കൊടുത്തു. അതിനിടയിൽ 2 പേരും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും നന്നായി. അപ്പം മൂത്തച്ചിമാർ 2 അവരെ വീട്ടിലേക്ക് പോയില്ലേ? അയാൾ തലയാട്ടി. നമുക്ക് നാളെ തന്നെ തിരിച്ചു പോയാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അവൾക്ക് അവളെ വീട്ടിലേക്ക് പോകണ്ടേ? അയാൾ പറഞ്ഞത് കേട്ട് ജാസ്മിൻ്റെ മുഖത്തെ ഗൗരവം നിറഞ്ഞു. നമ്മൾ നാളെ മറ്റന്നാളെ ഒന്നും പോകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ. അതിനുശേഷം മാത്രം പോയാൽ മതി. 2 ദിവസം ഇനിയിപ്പോൾ അവൾ അവിടെ നിൽക്കട്ടെ, ഉമ്മയും ഉപ്പയും നോക്കട്ടെ. മോളല്ലേ? എന്നാലും ജാസ്മിനെ നമുക്ക് വേഗം പോയാലോ? എന്തോ പറയാൻ വന്നു അയാൾ പാതി വഴിയിൽ നിർത്തി. ഇതൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ച് സംസാരിച്ചതാട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല ഉമ്മയും ഉപ്പയും കുടുംബക്കാരും ഉള്ളത്, എനിക്കുണ്ട്. നമ്മുടെ 2 പേരുടെ ജീവിതത്തിലും പുറത്തു നിന്നുള്ള ആരുടെയും ശല്യം ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചതല്ലേ. എനിക്ക് നിങ്ങളെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യ. അതിനല്ല ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. അങ്ങനെ വീട്ടുകാരെ നോക്കാനാണെങ്കിലേ എനിക്ക് എൻ്റെ ആദ്യ വിവാഹത്തിലുള്ളവരെ തന്നെ നോക്കാമായിരുന്നല്ലോ. ഉമ്മയും ഉപ്പയും നോക്കാനാണെങ്കിൽ എൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്നും വലിച്ചു കൊണ്ടുവരുന്നില്ലല്ലോ.
അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ കുടുംബക്കാരും നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ട് വരരുത്. ഉമ്മയും ഉപ്പയും നോക്കണമെങ്കിൽ അവർക്കൊരു ഹോം നേഴ്സിനെ വെച്ച് കൊടുത്താൽ മതി. അവർക്കുള്ള ശമ്പളം കൊടുത്താൽ പോരെ? ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. എന്താ ജമാൽ നീ ഇങ്ങനെ? ഇതിനൊരു മാറ്റം വരാൻ പാടില്ല കേട്ടോ. ജമാലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ജാസ്മിൻ പറഞ്ഞത് മുഴുവൻ ന്യായമാണ്. അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും താനത് സമ്മതിപ്പിക്കുകയും ചെയ്തതാണ്. അന്നൊന്നും സാബിയെ കളഞ്ഞ് ഇവളെ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആരും അറിയാതെ ഇവളെ രണ്ടാം ഭാര്യയായി കൊണ്ടു നടക്കാനായിരുന്നല്ലോ പ്ലാൻ. അപ്പോൾ പിന്നെ അവൾ പറയുന്നതൊന്നും എതിർക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, എനിക്കെൻ്റെ കരിയറാണ് മുഖ്യം. സാധാരണ പെണ്ണുങ്ങളെപ്പോലെ ജീവിച്ചാൽ മതിയായിരുന്നെങ്കിലേ എനിക്കെൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട് എനിക്ക് സ്വർഗ്ഗമായിരുന്നു. എന്നിട്ടും ഞാൻ അത് വേണ്ടാന്ന് വെച്ച് എൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെ കൂടെ പോകുന്നത് ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങളോട് പറയുകയും നിങ്ങളെ സമ്മതിക്കുകയും ചെയ്താണ്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ കോലിടാൻ വരണ്ട. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. ഇക്കാര്യത്തിൽ അവളുടെ ഭാഗത്താണ് ന്യായം. ജാസ്മിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് വളരെയധികം സൂക്ഷിച്ചു വേണം. അവൾ എത്ര അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് പിന്നീടത് മാറ്റി പറയാൻ കഴിയില്ല. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട. അത് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചതാണ്. ലൈഫ് സ്റ്റൈൽ എനിക്ക് വിഷയമില്ല. നമ്മുടെ കയ്യിലുള്ള പണത്തിന് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയും. ആഡംബരങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ആവശ്യമില്ലാത്ത ആളുകളെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മൾ ആദ്യം അത് തീരുമാനിച്ചു വെച്ചതാണ്. ഇനി മാറ്റം വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളത് ശ്രമിക്കുകയും വേണ്ട. ഓക്കെ അല്ലേ? അതെ, തീർച്ചയായും. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത്. അതൊന്നും സാരില്ല. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ജാസ്മിൻ്റെ കണ്ണുകൾ തിളങ്ങി. ആ സമയത്താണ് ഖാലിദ് അങ്ങോട്ട് നടന്നു വന്നത്. അയാളെ കണ്ടപ്പോഴേക്കും ജാസ്മിൻ്റെ കണ്ണുകൾ അറിയാതെ വിടർന്നു പോയി. അയാൾ മനോഹരമായ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. വാ. ജമാൽ വിളിച്ചത് കേട്ട് ഖാലിദ് അവരുടെ അടുത്തേക്ക് വന്നു. ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ടടോ, എനിക്കൊരു ഗസ്റ്റ് വരാനുണ്ട്. ഞങ്ങൾ പിന്നീട് ഒരുമിച്ച് കഴിക്കും. ആരാ? ജമാൽ ചോദിച്ചു. അതൊരു രാഷ്ട്രീയക്കാരനാണ്. മൂപ്പർക്ക് ഇലക്ഷൻ ഫണ്ട് വേണത്രേ. ഒന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അയാൾക്കത് പോരാ, കൂടുതൽ വേണമെന്ന്. കഴിഞ്ഞ തവണ ഞാൻ 50 ലക്ഷം രൂപയാണ് കൊടുത്തത്. എന്നിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ അയാൾ കൂടെ നിന്നില്ല. ഇത്തവണ ഞാൻ കൂടെ നിൽക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണ്. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തന്നു. എന്നാൽ പിന്നെ 1 കോടി രൂപ കൊടുത്തേക്കാന്ന് ഞാനും കരുതി. അപ്പോൾ അങ്ങോർക്ക് അത് പോരാ. അത് കൂടുതൽ വേണമെങ്കിലേ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. 1 കോടി രൂപേ? ജമാലിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നു. അയാൾ അമ്പരപ്പോടെ ജാസ്മിനെ നോക്കി. അവളും ശരിക്കും അമ്പരന്ന് പോയി. അപ്പോഴാണ് അയാളുടെ കയ്യിലെ വാച്ച് അവൾ ശ്രദ്ധിക്കുന്നത്. തൻ്റെ കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയൻറ്റും ഇതുപോലെയുള്ള ഒരു വാച്ചാണല്ലോ ധരിച്ചത് എന്ന് അവൾ ഓർത്തു. അന്ന് തൻ്റെ സഹപ്രവർത്തകൻ ആ വാച്ചിന് കോടികൾ വിലമതിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ശതകോടീശ്വരൻ ആണല്ലോ എന്ന് അവൾ ഓർത്തിരുന്നു. ഇപ്പോൾ ഇയാളുടെ കയ്യിലും ഇഷ്ടംപോലെ പണമുണ്ട് എന്ന് അവൾ ഓർത്തു. 1 or 2 കോടി കൊടുത്താലും നഷ്ടമല്ല. അവരെ കൊണ്ട് നമുക്ക് അതിലേറെ ഉപകാരങ്ങളുണ്ട്. ബിസിനസ്സിൽ നമ്മൾ ഇതൊക്കെ കാണണം. എൻ്റെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ വഴിയിൽ കുടുങ്ങിയാൽ എനിക്ക് ഒരൊറ്റ ഫോൺ കോൾ മതി. ഇന്ത്യയിലെ ഏത് പോർട്ടിലാണെങ്കിലും എൻ്റെ സാധനങ്ങളെ പുഷ്പം പോലെ പുറത്തു വരും. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ ചുവപ്പ് നാടിൽ കുടുങ്ങിക്കിടന്നാലും എൻ്റെ സാധനങ്ങൾ എൻ്റെ കസ്റ്റമറെ കയ്യിൽ എത്തിയിരിക്കും. അതിനു വേണ്ടിയൊക്കെയാണ് അവർ ചോദിക്കുന്ന പണം ഞാൻ കൊടുക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും എന്നേക്കാൾ കുറഞ്ഞ പൈസയിൽ സാധനങ്ങൾ ഇവിടെ ഇറക്കി കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരുപാട് സമയം പിടിക്കും. ഞാൻ ഇറക്കി കൊടുക്കുന്ന അത്ര വേഗതയിൽ ചെയ്യാൻ മറ്റാരെക്കൊണ്ടും കഴിയില്ല. ഏത് രാജ്യത്തും ഏത് പോർട്ടലിലും എന്നെ സഹായിക്കാൻ ഏജൻറ്റുമാരുണ്ട്. എനിക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിന്നും അവർക്കൊക്കെ ഒരു തുക പോകുന്നുണ്ട്. മാസാമാസം അവർക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ വലിയൊരു തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയാൽ അവർക്ക് എന്താണ് നഷ്ടം? ആരായാലും ഒപ്പം നിൽക്കൂലേ? ജമാലിൻ്റെ കണ്ണുകൾ ശരിക്കും പുറത്തേക്ക് തള്ളിയിരുന്നു. ഇങ്ങനെയൊന്നും അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ ഇല്ലീഗൽ ബിസിനസ്സില്ലേ?
ജാസ്മിൻ പതിയെ ചോദിച്ചു. ഖാലിദ് ചിരിയോടെ അവളെ നോക്കി. 100% ലീഗലാണ്. ഞാൻ ഇങ്ങോട്ട് ഇറക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിരോധിക്കാത്ത സാധനങ്ങൾ മാത്രമാണ്. ചൈനയിൽ നിന്നും ദുബായിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടിയാണ് എനിക്ക്. ഓരോ രാജ്യങ്ങളിലെ പോർട്ടുകളിലെ ക്ലിയറൻസാണ് സമയം പിടിക്കുന്നത്. അവർക്കൊക്കെ പണം കൊടുക്കുന്നത് കൊണ്ടേ എൻ്റെ കണ്ടെയ്നർ നേരത്തെ കയറി വരുന്നെന്നുള്ളൂ. ചൈനയിൽ നിന്നൊക്കെയാണെങ്കിൽ 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്ത കണ്ടെയ്നർ വരുന്നതിന് മുമ്പ് ഞാൻ ബുക്ക് ചെയ്ത കണ്ടെയ്നറെ ഇന്ത്യയിലെത്തും. ചിലപ്പോൾ 1 മാസം മുമ്പ് ബുക്ക് ചെയ്ത കണ്ടെയ്നർ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ എൻ്റേതെത്തും. ഞാൻ എല്ലാം ലീഗലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടെയ്നർ കിട്ടാൻ ചിലപ്പോൾ പോർട്ടിൽ കുറച്ച് പണം കെട്ടി വെക്കാറുണ്ട്. പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയും കൊടുക്കണം. എന്നാൽ കൈക്കൂലി മാത്രമാണ് ഞാൻ അനധികൃതമായി ചെയ്യുന്നത്. ബാക്കി ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ടേ തന്നെയാണ് ഞാൻ ഇതൊക്കെ നടത്തുന്നത്. 2 പേർക്കും ഇത് കേട്ടിട്ട് ഒന്നും പറയാനൊന്നുണ്ടായിരുന്നില്ല. അതിനിടെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ജാസ്മിൻ ആദ്യം എഴുന്നേറ്റ് പോയി കൈ കഴുകി. പിന്നീടാണ് ജമാൽ കഴുകാൻ പോയത്. എന്തൊക്കെ ജാസ്മിൻ്റെ വിശേഷങ്ങളെ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ. സൗദിയിലെ ബിൻ ഷാഫി ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടോ? അയാൾ ജാസ്മിനോട് ചോദിച്ചു. അവൾ അമ്പലപ്പുഴ തലയാട്ടി. പിന്നെ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ജമാൽ കൈ കഴുകിയതിനു ശേഷം ഫോണിൽ ആരോടോ സംസാരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസ് മാറിയിട്ടുണ്ട്. അങ്ങനെ പറ. നിന്നെ കണ്ടപ്പോൾ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നി. ബിൻ ഷാഫിയിൽ ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട്. അവൾ പതിയെ തലയാട്ടി. ആ ഓഫീസിൽ വന്നിരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ബിസിനസ്സുള്ള കോടീശ്വരന്മാർ ആയിരുന്നല്ലോ എന്ന് അവൾ ഓർത്തു. സൗദിയിലേക്ക് ഞാൻ ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അടുത്ത മാസം എനിക്കൊന്നുകൂടി സൗദിയിലേക്ക് പോകേണ്ടി വരും. അവിടെ 4-5 സിമൻറ്റ് കമ്പനികൾക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബോക്സൈറ്റും കൽക്കരിയും കയറ്റി അയക്കുന്ന ടെൻഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കിനായിട്ട് ഞാൻ സൗദിയിലേക്കൊന്ന് പോകും. അവൾ ഒരു വിഡ്ഢിയെപ്പോലെ തലയാട്ടി. ഖാലിദ് താൻ വിചാരിച്ച ആളല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. സത്യത്തിൽ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനാണ്. ജമാലിനോട് നേരിട്ട് സംസാരിക്കാനായിരുന്നു ഞാൻ കരുതിയത്. എന്തായാലും ജാസ്മിനെ ഒറ്റയ്ക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ കാര്യം പറയാം. പറയൂ, എന്താ? ആകാംക്ഷയോടെ ജാസ്മിൻ പറഞ്ഞു. ഞാൻ സൗദിയിലെ കുറച്ച് ബിസിനസ്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജാസ്മിനെ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ സുഹൃത്തിനോട് അന്വേഷിച്ചിരുന്നു. അയാൾക്ക് നിന്നെക്കുറിച്ച് അറിയാം. എൻ്റെ കയ്യിലൊരു ജോലി ഓഫറുണ്ട് ജാസ്മിൻ. അവിടെ കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി ശമ്പളം, സ്വന്തമായി കാർ, ഓടിക്കാൻ ഒരു ഡ്രൈവർ, താമസിക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ്. ഇത്രയുമാണ് എൻ്റെ ഓഫർ. എൻ്റെ സൗദിയിലെ ക്ലയൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു ഓഫീസും സഹായിയും ആവശ്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ യൂറോപ്പിലെയോ അറബി വംശജയോ വെക്കാൻ കഴിയും. കാരണം അവർക്ക് കൂടി സ്വപ്നം കാണാൻ കഴിയാത്ത മികച്ചൊരു ഓഫറാണ് എൻ്റേത്. ജാസ്മിനാണെങ്കിൽ ജോലി ചെയ്ത് പരിചയമുണ്ട്. ഭാഷയും നല്ലതുപോലെ അറിയാം. ആലോചിച്ച് പറഞ്ഞാൽ മതി ജാസ്മിൻ. ബിസിനസ് കൂടുന്നതിനനുസരിച്ച് ലാഭത്തിൻ്റെ ചെറിയൊരു ശതമാനം നിനക്ക് കിട്ടും. മില്യൺ കണക്കിന് ഡോളറുടെ ബിസിനസ്സാണ് എനിക്ക് ഓരോ മാസവും സൗദിയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ കിട്ടുന്ന തുകയുടെ എത്രയോ ഇരട്ടി വരും. ആലോചിച്ചിട്ടൊരു തീരുമാനം പറയൂ. ജാസ്മിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വലിയൊരു ലോട്ടറിയാണ് തനിക്ക് അടിക്കാൻ പോകുന്നത് എന്ന് അവൾ ഓർത്തു. ഖാലിദ് പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയൊരു സംഖ്യ തന്നെ ഓരോ മാസവും തനിക്ക് ലഭിക്കും. ഇപ്പോൾ ജോലി ചെയ്യുന്നതിലൂടെ 1 വർഷം സമ്പാദിക്കുന്നത് നല്ല നിലയിലാണെങ്കിൽ 1 മാസം കൊണ്ട് അവിടെ സമ്പാദിക്കാൻ കഴിയും. അതുമാത്രവുമല്ല, സൗദി രാജകുടുംബാംഗങ്ങൾ അടക്കം ശതകോടീശ്വരന്മാരുമായി നേരിട്ടൊരു ബന്ധമുണ്ടാക്കാനുള്ള അവസരമാണ്. അതോടെ തൻ്റെ റേഞ്ച് മാറും. താൻ സ്വപ്നം കണ്ട കരിയർ ആയിരിക്കും പിന്നെ തനിക്ക് ലഭിക്കുക. ഒരുപാട് ആലോചിക്കുകയൊന്നും വേണ്ട. നിൻ്റെ ഡ്യൂട്ടി പകൽ സമയത്തല്ലേ. എൻ്റെ ഡ്യൂട്ടി വരുന്നത് രാത്രിയായിരിക്കും. അതായത് നിൻ്റെ ഓഫീസ് വിട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുക. അമേരിക്കൻ സമയമാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ടൈം. അതായത് സൗദിയിൽ രാത്രിയാണ് വർക്കുണ്ടാവുക. പകൽ സമയത്ത് കാര്യങ്ങളെല്ലാം എൻ്റെ മറ്റ് ഓഫീസുകളിൽ നിന്ന് നിയന്ത്രിക്കും. രാത്രി മാത്രമാണ് കേട്ടോ ജാസ്മിന് ഡ്യൂട്ടി ഉണ്ടാവുക. ഇപ്പോൾ ചെയ്യുന്ന ജോലി ഒഴിവാക്കാതെ നിനക്ക് നിൻ്റെ ജോലി ചെയ്യാൻ പറ്റും. 1 വർഷം അങ്ങനെ പോവും. പിന്നെ നമ്മൾ നേരെ സൗദി സ്റ്റാൻഡേർഡിലേക്ക് വരും. അപ്പോൾ ഡ്യൂട്ടി പകലായിരിക്കും. രാത്രിയിലെ കാര്യങ്ങൾ അതാത് രാജ്യങ്ങളിൽ സ്റ്റാഫ് നിയന്ത്രിക്കും. സൗദിയിൽ എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിലും അതെല്ലാം ജാസ്മിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതായത് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജർ പോസ്റ്റിന് തുല്യമായിരിക്കും നിൻ്റെ ജോലി. നീ ഒന്ന് ആലോചിച്ചിട്ട് ജമാലിനോട് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അവൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യം കൂടി ഇല്ല. പറഞ്ഞേക്ക്.
സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ജാസ്മിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടോ. വളരെ നല്ലൊരു ബന്ധത്തിൽ നിന്നും വലിയൊരു കുഴിയിലേക്കാണ് നീ എടുത്തു ചാടിയത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നല്ലൊരു കരിയർ വേണമെങ്കിൽ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കൂ. അവൾക്ക് ആലോചിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 1 വർഷം ചെയ്യേണ്ട ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ട എന്ന് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ആ 1 വർഷം കൊണ്ട് ഈ ജോലി സെറ്റാവുകയാണെങ്കിൽ മാത്രം ഇതിൽ തുടർന്നാൽ മതിയല്ലോ എന്നാണ് അവൾ പിന്നീട് ചിന്തിച്ചത്. 1-2 വർഷങ്ങൾ കൊണ്ട് തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ വരും എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ജമാൽ അപ്പോഴും ഫോണിൽ തന്നെയാണ്. അപ്പോഴാണ് ഖാലിദിൻ്റെ മൊബൈൽ ശബ്ദിച്ചത്. ഒരു വീഡിയോ കോൾ ആയിരുന്നു. അയാൾ അത് അറ്റൻഡ് ചെയ്തു. ജാസ്മിൻ അയാൾ കാണാതെ ആ സ്ക്രീനിലേക്ക് നോക്കി. ദുബായിലെ ഏതോ ഒരു വലിയ ബിസിനസ്മാനാണ് അതെന്ന് അവൾ കണ്ടു. അപ്പോഴേക്കും ജമാൽ അങ്ങോട്ട് വന്നു. അയാളുടെ മുഖം എന്തോ വല്ലാതെയായിരുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ അവൾ അത് ചോദിക്കാൻ പോയില്ല. താൻ കേൾക്കരുത് എന്ന് കരുതിയിട്ടാണല്ലോ അയാൾ അല്പം മാറി നിന്നത്. അതുകൊണ്ട് പറയുകയാണെങ്കിൽ പറയട്ടെ എന്ന് മാത്രം അതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു. കോൾ ചെയ്യുന്നതിനിടയിൽ തന്നെ പിന്നീട് കാണാമെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ഖാലിദ് നടന്നുപോയി. കേട്ടതെല്ലാം വിശ്വസിക്കാൻ കഴിയാതെ അത്ഭുതത്തോടെ ജാസ്മിൻ അയാൾ പോകുന്നത് നോക്കി നിന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.